ഹായ് ഗൈസ്, നമ്മുടെ അമ്പിളിച്ചേട്ടന് വമ്പ തിരിച്ചുവരവ് ഒരു ഹോപ്പ് വരുന്നൊരു പോസ്റ്ററാണ് ഇന്നലെ ഡയറക്ടർ അരുൺ ചന്തു ഷെയർ ചെയ്തത്. അത് അജു വർഗീസും ഒരുപാട് ആക്ടേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നമ്മൾ വെയിറ്റിംഗ് അല്ലേ. ഫുള്ളായി സംസാരിക്കാനും ഡയലോഗ് പ്രസന്റ് ചെയ്യാനും പറ്റണമെന്നില്ല. പക്ഷെ പുള്ളിക്കാർ ചിരിക്കുന്ന വീഡിയോസ് നമ്മൾ ഇതിനിടക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു തിരിച്ചുവരവാവാം. നമുക്കറിയാം അമ്പിളിച്ചേട്ടൻ ഡയലോഗ് പ്രസന്റേഷൻ ഫേഷ്യൽ എക്സ്പ്രഷനും അതുപോലെ കിടലാണ്. അപ്പൊ ഒരു കിണ്ണം കാറ്റ് സാധനം ലോഡിംഗ് ആണ്. സ്റ്റീഫൻ ഹോക്കിൻസിനൊക്കെ റിസംബ്ലൻസ് വരുന്ന ലുക്കിലായിട്ടാവില്ല. എന്നാ ലുക്കാണ് കിട ലുക്ക്. ഒരു ഹോളിവുഡ് നടന്റെ സ്റ്റൈലിലാണ് അമ്പിളിച്ചേട്ടനായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇത് വലാന്നുള്ള സിനിമേന്റെ പോസ്റ്ററാണ്. ഏലിയൻ പടം ഗഗനാജായി സംവിധാനം ചെയ്ത അരുൺ ചന്ദുവിന്റെ നെക്സ്റ്റ് പടമാണ്. സോംബി പടം. ഇത് അമ്പിളിച്ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആസ് പ്രൊഫസർ അമ്പിളി AKA അങ്കിൾ ലൂണാർ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനൊരു ഡിസ്ക്രിപ്ഷൻ കൂടി ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. ദ മാസ്റ്റർ ഓഫ് കോമഡി ഈസ് ബാക്ക്. Happy birthday to the legendary Jagadish Srikumar. Get ready to witness his iconic return in Vala as Professor Ambili, aka Uncle Lunar. The stage is set for a comeback like no other. ഓ ഭയങ്കര ഹൈപ്പായി പോയി. ഇതിന് മുന്നേ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് വലാന്നുകൊണ്ട് ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തതോടുകൂടി ഈ വർഷത്തെ ഒരു വമ്പൻ എക്സ്പെക്ടേഷനിലും നമ്പർ 1 ആയിട്ടുണ്ട് ഈ പടം. വല മൂവിയുടെ ടൈറ്റിൽ റിലീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അജു വർഗീസും ഗോകുൽ സുരേഷും ചേർന്ന ഒരു വീഡിയോ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് 10 ദിവസം മുന്നേ ഷെയർ ചെയ്ത ഒരു സംഭവമാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടുനോക്കാം. പ്ലീസ് റൊട്ടേറ്റ് യുവർ ഫോൺ ഫോർ മോർ എക്സ്പീരിയൻസ്. ഗോകുൽ സുരേഷ്, അജു വർഗീസ് ഫീറ്റ് അരുൺ ചന്തു സീസൺ 3. കോപ്പ് കുറെ നേരമായല്ലോ. ഈയിടെ കഥ പറയാൻ ഈ കാട്ടുപോക്കിലാണ് വരാൻ പറയുന്നത്. അത് ഈ കഥയുടെ ആംബിയൻസ് മൂഡും ഒക്കെ കറക്റ്റ് പുള്ളിയെ ചേട്ടൻ അറിഞ്ഞു. ആംബിയൻസ് കണ്ടിട്ട് എനിക്കൊരു ഹൊറർ മൂഡ് അടിക്കുന്നത്. ടൈറ്റിൽ എന്താന്ന് പറഞ്ഞായിരുന്നു? ടൈറ്റില് മറന്നു കേട്ടോ. പക്ഷെ സാധനം പറ്റതാ. സോംബി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞോളൂ ഒരു ഫീൽ ഗുഡ് സോംബി എടുക്കാൻ ചെക്കൻ കേട്ടു. അവിടെ അല്ലേ? ആ ലെഫ്റ്റിലോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് നോക്കൂ. വല്ലാത്ത നിഗൂഢമല്ലേ അജോട്ടാ? ഒരു ഹോണ്ടിങ് പ്ലേസ്. അജോട്ടാ ശബ്ദം കേട്ടോ? ഞാനും കേട്ടു. ക്രിസ്മസ് ആയിട്ട് പിള്ളേർ കരോളായിട്ട് ഇറങ്ങിയാൽ തോന്നുന്നു. അങ്ങോട്ട് ഓണായിട്ട് മുകളിലിരിക്കുന്നു. അജോട്ടാ അത് കരോളല്ല, ചന്ദുനെ അവന്മാര് പിടിച്ച് തിന്നതാവും. അജോട്ടാ പടത്തിന്റെ ടൈറ്റിൽ കിട്ടി. പല 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 നിന്റെ പല. അപ്പൊ കിടു സാധനം. ഇതും ഒരു കോമഡി ത്രില്ലർ തന്നെ ആയിരിക്കും. ഗഗനാചാരി വളരെ സീരിയസ് ആയ ഒരു ഏലിയൻ പടം ഒന്നും ആയിരുന്നില്ല. അതൊരു കോമഡി കൂടെ കാരണം അടിപൊളിയായ ഒരു പടം തന്നെ. വ്യത്യസ്തമായ ഫീൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കിടുവായിട്ടുണ്ട്. വലയലടാ കുന്ന്. അപ്പൊ ഇത് വമ്പ പ്രതീക്ഷയുണ്ട്. 2025 ഇറങ്ങാൻ പോകുന്നു. ഡേറ്റ് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതാണ് നമ്മളിപ്പോ കണ്ട അമ്പിളിച്ചേട്ടന്റെ പോസ്റ്റർ. ഹൈപ്പാക്കി പടത്തിന് മൊത്തത്തില്. അവർക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ L2 ലൂസിഫർ 2 എമ്പുരാൻ ഇറങ്ങാൻ പോവാണ്. മാർച്ച് 27 ഇപ്പൊ പറയുന്ന ഡേറ്റ്. കിടു പോസ്റ്ററും സംഭവങ്ങളാണ് ഇറങ്ങിയിട്ടില്ല. ഇന്ദ്രജിത്തിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ കുറെ ആൾക്കാർ സിനിമയിൽ ഉണ്ടാവും എന്നുള്ള ക്ലൂ ഒക്കെ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇല്ല ലൂസിഫറിനെക്കാളും ഗംഭീരാവോ അതിലും ഇരട്ടി ഹിറ്റ് ആവോ എന്നുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട് ഇതിന്. പൃഥ്വിരാജിലെ ഒരു ഡയറക്ടർ മോശമാക്കൂല എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. പിന്നെ ലാലേട്ടൻ നമ്മൾ ലൂസിഫറിൽ കണ്ടതാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട്, ഖുറേഷിയായിട്ട്. ഈ ഖുറേഷി അതുപോലെ തന്നെ ഈ രാജുവേട്ടന്റെ ക്യാരക്ടറും ഒരു പ്ലോട്ട് സംഭവങ്ങളൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പാർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ഇത്. അപ്പൊ ഈ ഓരോ ക്യാരക്ടർ ഡെവലപ്മെന്റ്, ഇപ്പം ടോവിനോ തോമസിന്റെ ക്യാരക്ടറും മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള റോളും അങ്ങനെ ഓരോ ആളുടെയും ഗോവർദ്ധൻ ആയിട്ടുള്ള ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഹ്യൂജ് വെയിറ്റിംഗ് ഉണ്ട് ഈ പടത്തിന്. പിന്നെ അവിടെ ഉണ്ണിമോന് മാർക്ക് 100 കോടി അടിച്ചിട്ടാണുള്ളത്. അതിലൊട്ടും അത്ഭുതമില്ല. ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഇറങ്ങി കണ്ട് ഉറപ്പിച്ചാണ് ഇത് വേറെ ലെവലാവാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ ഹോളിവുഡിലും ഹിന്ദിയിലും തെലുങ്കിലൊക്കെ വമ്പൻ അഭിപ്രായത്തോടുകൂടി ഹിറ്റായിട്ട് മുന്നോട്ട് പോവാം. ഡിസംബർ 20 ഇറങ്ങിയത്. ഇപ്പൊ ഇന്ന്
ജനുവരി 6 ആയപ്പോഴേക്കും അത് 100 കോടിയിൽ മേലെ കവിഞ്ഞു എന്ന് പറയുന്നത്. അത് ഫാമിലി ആയിട്ട് കുറെ പേര് ഈ ഒരു പടത്തിന് പോകുന്നില്ല, വയലൻസ് സംഭവങ്ങളൊക്കെ പേടിച്ചിട്ട് കുറച്ച് പേര് പോകുന്നില്ല. എന്നിട്ടാണ് ഈ ഒരു 100 കോർ എത്തിയത് എന്നുള്ള അടിപൊളിയായ സംഭവം. ആദ്യം മാർക്കോ ബോളിവുഡിൽ ഇറങ്ങുന്നത് 30 തിയേറ്ററുകളിലാണ്, പിന്നെ തിക്കും തിരക്കും കാരണം 300-ലധികം തിയേറ്ററിലാണ് ഇപ്പൊ പടം ഓടുന്നത്. എല്ലാ ഭാഷകളിലും വമ്പൻ അഭിപ്രായമായിട്ട് പോവാണ്. ഒരു പാൻ ഇന്ത്യ സ്റ്റാർ ആവുമോ നമ്മള് ഉണ്ണിമുകുന്ദൻ? നമുക്ക് നോക്കാം. ഒരു ഇപ്പൊ മാളികപ്പുറ ആയാലും അല്ലെങ്കിൽ മേപ്പടിയാനും എല്ലാം കൊണ്ട് ഒരു ഫാമിലികൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ഒരു നടനായിരുന്നു ഉണ്ണിമുകുന്ദൻ. അതിൽ നിന്ന് മാറി ഒരു സൂപ്പർ സ്റ്റാർ ആവുമോ? അത് ഓൾറെഡി ബാഹുബലിന്റെ റെക്കോർഡിലും ബ്രേക്ക് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രയും വയലൻസിൽ ഒരു A റേറ്റഡ് ആയ ഒരു മൂവിയാണ് ഈ ഒരു ലെവലിലോട്ട് എത്തിയെന്നുള്ളത്. ഇതൊരു ഉണ്ണിമുകുന്ദൻ വൻ അച്ചീവ്മെന്റ് ആണ്. ഇപ്പൊ തന്നെ ഡയറക്ടർ അദാനി, ഹനീഫ് അദാനിയും പ്രൊഡ്യൂസർ ഷെറീഫിന്റെയും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇതിൽ കുറെ പേര് പറയുന്നുണ്ട് വില്ലൻ അടിപൊളിയാണ്, മാർക്കോനെക്കാട്ട് അടിപൊളിയാണെന്നുള്ളൊരു സംസാരങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മാർക്കോന് വളരെ കടപിടിക്കാൻ പറ്റുന്ന ഒരു വില്ലൻ ആയതുകൊണ്ടാണ് ആ പടം ഇത്ര ഇൻട്രസ്റ്റിംഗ്. ഇല്ലേ പുഷ്പ 2 പോയോ? പുഷ്പ 2 ഫഹദ് ഫാസിനെ വളരെ വീക്കായ ഒരു വില്ലനായി കാണിച്ചു. അതായത് പുഷ്പനെ പേടിയുള്ള ഒരു വില്ലനായിട്ട് കാണിച്ചു. പുഷ്പ 1 അത് അങ്ങനെയായിരുന്നില്ല കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ബൻവർ സിംഗ് ഷിഖാവത്ത് പുഷ്പ 1 പുഷ്പക്ക് എതിരിടാൻ തക്കതും അതിൽ മുകളിലുള്ള വില്ലനായിരുന്നു. അതുകൊണ്ടാണ് ആ പടം ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. മാർക്കോനെ സംബന്ധിച്ചിടത്തോളം വില്ലൻ നല്ല ശക്തനാണ്. അതുകൊണ്ടാണ് മാർക്കോ എങ്ങനെ ആ വില്ലനെ കൊല്ലുന്നുള്ളത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വില്ലനായിട്ട് ഹെവി ആവണം. അതുകൊണ്ടാണ് മാർക്കോ ഡബിൾ ഹെവി ആവുന്നത്. എന്തായാലും കിടിലൻ പടമാണ്. ഇതില് മുകളിലായിട്ട് ഈ പടം ഓടട്ടെ, ഉണ്ണിമുകുന്ദൻ വൻ ബ്രേക്കിംഗ് ആവട്ടെ. ഈ ഒരു പടത്തിൽ നിൽക്കരുത്. നെക്സ്റ്റ് പടങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ നല്ല സ്ക്രിപ്റ്റ് എടുത്ത് ഒരു മെഗാ സ്റ്റാർ ആയിട്ട് ഇനി നിൽക്കട്ടെ. പുള്ളിക്കാരൻ ഒരുപാട് കാലത്ത് ഹാർഡ് വർക്കാണ്, അത് ഇതിലൂടെ സക്സസ് ആവും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒരുപാട് മലയാള സിനിമകൾ ഇറങ്ങാൻ പോകുന്നുണ്ട് ജാനുവരിയില്. ഇപ്പൊ ജാനുവരി 10 ഈ വെള്ളിയാഴ്ചയാണ് എന്ന് സ്വന്തം പുണ്യാള് ഇറങ്ങാൻ പോകുന്നത്. അർജുൻ അശോകനും അനശ്വര രാജൻ, ബാലു വർഗീസ് ഒക്കെ ഉള്ള ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഫണ്ണി ട്രെയിലർ ആയിട്ടുണ്ട്. ഈ ഒരു ചർച്ചും പള്ളിയിലച്ഛനും ഈ ഒരു ആംബിയൻസിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അടി കപ്പിയാരെ കൂട്ടപ്പണി ഇതിലെ പടാന്ന് ഓർമ്മയാണ്. ആ ഒരു പ്ലോട്ടിൽ അത്രയും ഒരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത പടം അത്. ഇതൊരു കോമഡി സംഭവമാണ്. അപ്പൊ കിടിലാവാനുള്ള സാധ്യതയുണ്ട്. ട്രെയിലറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാനുവരി 16 ബേസിൽ സൗബിൻ ഷാഹിറുള്ള പ്രാവിൻകൂട് ഷാപ്പ് ഇറങ്ങാൻ പോകുന്നത്. ഭയങ്കര വെയിറ്റിംഗ് ഉണ്ട് ഈ പടത്തിന്. ബേസിലുള്ള പടങ്ങൾ തന്നെ പറയുമ്പോൾ തന്നെ ഒരു പ്രോമിസിങ് ആയിരിക്കും അതൊരു സംഭവം. പിന്നെ അതുപോലെ 17 ജനുവരിക്കാണ് ദിലീപേട്ടന്റെ ബബ്ബ മൂവി ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ജനുവരി 30 തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടന്റെ തുടരും ഇറങ്ങാൻ പോകുന്നത്. അതും ഒരു ഹൈ എക്സ്പെക്ടിങ് ആയ ഒരു മൂവി തന്നെയാണ്. പിന്നെ ഈ ജാനുവരിയിലാണ് നമ്മൾ മമ്മൂക്കാടെ ബസൂക്ക ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫെബ്രുവരിയിലോട്ട് മാറ്റി. അപ്പൊ ഒരുപാട് പടങ്ങൾ മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇനി ഇറങ്ങാൻ പോകുന്ന പടങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ഇടുന്നത്. നിങ്ങൾ ജാനുവരിയിൽ ഹൈലി എക്സ്പെക്ട് ചെയ്ത പടം ഏതാണ് അത് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ അമ്പിളിച്ചാട്ട് പോസ്റ്റർ വല മൂവി ഏത് ലെവലായിരിക്കും അതും താഴെ കമന്റ് ചെയ്യുക. മാർക്കോനെ കുറിച്ചും എമ്പുരാനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം താഴെ കമന്റ് ചെയ്യണം. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.